എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മെയ് 29-ാം തീയതി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പുതിയ മാറ്റങ്ങളും വിശദമായിട്ട് പരിശോധിക്കാം. സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റ്, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ, ബാങ്കുകളുടെ പലിശ നിരക്കുകളിൽ വന്ന മാറ്റങ്ങൾ, പെൻഷൻ വിതരണം, സർവകലാശാല പരീക്ഷകൾ, വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ അറിയിപ്പുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ ആദ്യ പ്രധാന വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തെ എല്ലാ ആധാർ കാർഡ് ഉടമകൾക്കും ബാധകമായ ഒരു നിർണായക സമയപരിധിയെക്കുറിച്ചാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗജന്യ സേവനം 2027 ജൂൺ 14 വരെ തുടരുന്നതാണ്. നിരവധി ആളുകൾക്ക് അവരുടെ ആധാർ കാർഡിലെ വിലാസം, മൊബൈൽ നമ്പർ, ഫോട്ടോ, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് പുതുക്കാതെ തുടരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പഴയ വിവരങ്ങൾ തുടരുകയാണെങ്കിൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആധാർ ഉപഭോക്താക്കളും ഉടൻ തന്നെ UIDAയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ സമീപത്തെ ആധാർ സേവന കേന്ദ്രങ്ങളിലൂടെയോ വിവരങ്ങൾ പുതുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ, റേഷൻ കാർഡ്, പെൻഷൻ, സ്കോളർഷിപ്പ്, സർക്കാർ സബ്സിഡികൾ എന്നിവയുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കൃത്യമായ വിവരങ്ങൾ നിർബന്ധമാണെന്ന് അധികൃതർ പറയുന്നു. ഇപ്പോൾ സൗജന്യമായി ലഭിക്കുന്ന ഈ അവസരം പിന്നീട് പണമടച്ച് ചെയ്യേണ്ട സാഹചര്യം വരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സമയം നഷ്ടപ്പെടുത്താതെ ആവശ്യമായ പുതുക്കലുകൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണം ശക്തമായി പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ റേഷൻ വിതരണം വേഗത്തിലാക്കുന്നതിനായി സപ്ലൈകോയും സിവിൽ സപ്ലൈസ് വകുപ്പും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് മാസാവസാനം വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ റേഷൻ വാങ്ങാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ സ്റ്റോക്ക് ലഭ്യത കുറയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് അധിക വിതരണം നടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ അവസാന ദിവസങ്ങളിൽ തിരക്ക് കൂടാതിരിക്കാനായി കാർഡ് ഉടമകൾക്ക് തങ്ങളുടെ സൗകര്യപ്രകാരം ഉടൻ റേഷൻ വാങ്ങാൻ നിർദ്ദേശമുണ്ട്. മുൻഗണന വിഭാഗങ്ങൾക്ക് സാധാരണ കാർഡ് ഉടമകൾക്ക് വിവിധ ഇനങ്ങളിലുള്ള അരി, ഗോതമ്പ്, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾ അനുവദിച്ച അളവിൽ ലഭ്യമാകുന്ന നടപടികൾ തുടരുകയാണ്. ചില ജില്ലകളിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നു. ഇനി അടുത്തതായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്ത പരിശോധിക്കാം. +2 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശങ്കയുണ്ടാക്കിയിരിക്കുന്ന പുനർമൂല്യനിർണയ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ അവരുടെ മാർക്കിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷകളുടെ പരിശോധന വേഗത്തിലാക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. മികച്ച മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഫലത്തിൽ നിരാശ നേരിട്ട സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം വലിയ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. അതേസമയം സർവകലാശാല പ്രവേശന നടപടികളും ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. വിവിധ കോളേജുകളിലെ അഡ്മിഷൻ നടപടികൾ സംബന്ധിച്ച പുതിയ ഷെഡ്യൂളുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ നിരന്തരം പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മെയ് 26 മുതൽ വിവിധ ജില്ലകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടുള്ള വിതരണം വഴി നിരവധി ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്കും അടുത്ത ദിവസങ്ങളിലായി തുക ലഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. പെൻഷൻ തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബാങ്ക് പ്രോസസിംഗിൽ ചെറിയ താമസങ്ങൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും വലിയ ആശ്വാസമായി ഈ വിതരണം മാറിയിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ പെൻഷൻ തുകയെ ആശ്രയിച്ചാണ് ദിവസേനയുള്ള ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയിലെ പുതിയ അപ്ഡേറ്റുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ ബാങ്കുകൾ നിക്ഷേപ പലിശ നിരക്കുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയിൽ ചില ബാങ്കുകൾ വർധന വരുത്തിയപ്പോൾ ചില ബാങ്കുകൾ പഴയ നിരക്ക് തുടരുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ പലിശ ലഭിക്കുന്ന പ്രത്യേക സ്കീമുകളും ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദീർഘകാല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മാറ്റങ്ങൾ ശ്രദ്ധ നേടുന്നത്. അതേസമയം വായ്പാ പലിശ നിരക്കുകളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട് വായ്പ, വാഹന വായ്പ, വിദ്യാഭ്യാസ വായ്പ എന്നിവയുടെ EMI തുകകളിൽ നേരിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. ബാങ്ക് ഉപഭോക്താക്കൾ പുതിയ നിരക്കുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പുതിയ നിക്ഷേപങ്ങളിലേക്കോ വായ്പകളിലേക്കോ കടക്കാവൂന്ന് നിർദ്ദേശം ഉയരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളിലേക്ക് വരാം.
സംസ്ഥാനത്തും കേന്ദ്രത്തിലും നിരവധി നിയമന അറിയിപ്പുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. സർവകലാശാലയിൽ ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അധ്യാപക തസ്തികകൾ എന്നിവയിൽ നിയമന നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് സാധ്യത. നിരവധി നിയമനങ്ങളിൽ പരീക്ഷ കൂടാതെയുള്ള ഇന്റർവ്യൂ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. കേരളത്തിലെ വിവിധ സർവകലാശാലകളായ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലും സ്ഥിര നിയമന രീതിയിലും നിരവധി ഒഴിവുകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സ്ഥിരമായി പരിശോധിക്കണമെന്നും വ്യാജ ജോബ് അറിയിപ്പുകളിൽ പെടാതിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പോസ്റ്റ് ഓഫീസ് നിയമനവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് +2 യോഗ്യതയുള്ളവർക്ക് നിരവധി അവസരങ്ങൾ ലഭ്യമാകുമെന്നാണ് സൂചന. പരീക്ഷയില്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്ന നിയമനങ്ങളിലേക്ക് വലിയ തോതിൽ അപേക്ഷകൾ പ്രതീക്ഷിക്കപ്പെടുന്നു. ഗ്രാമീണ മേഖലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ അവസരമായി മാറാനിടയുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രധാന വിവരങ്ങൾ പരിശോധിക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പനി, വൈറൽ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുന്നത് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുടിവെള്ള ശുചിത്വം ഉറപ്പാക്കാനും പൊതുസ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളെയും വയോജനങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും ഇന്ന് ശ്രദ്ധ നേടുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന മാറ്റങ്ങൾ കാരണം അടുത്ത ദിവസങ്ങളിൽ പെട്രോൾ, ഡീസൽ വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡിജിറ്റൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ വേഗത്തിലാക്കുന്നു. വിവിധ സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ, അപേക്ഷകൾ എന്നിവ ഇനി കൂടുതൽ ലളിതമായി ഓൺലൈൻ വഴി ലഭിക്കാനാണ് നീക്കം. ജനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളെയും ഔദ്യോഗിക പോർട്ടലുകളെയും കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റ്സുകൾ ഇതോടെ അവസാനിക്കുകയാണ്. ആധാർ അപ്ഡേഷൻ, റേഷൻ വിതരണം, പെൻഷൻ, വിദ്യാഭ്യാസം, ബാങ്കിംഗ്, സർക്കാർ ജോലികൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ, കാലാവസ്ഥ വിവരങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇന്ന് പരിശോധിച്ചു. എല്ലാ അറിയിപ്പുകളും ബന്ധപ്പെട്ട ഔദ്യോഗിക വകുപ്പുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പിന്തുടരുക. വ്യാജ വാർത്തകളും തെറ്റായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ പ്രധാന സർക്കാർ അപ്ഡേറ്റ്സുകളും തൊഴിൽ വാർത്തകളും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിയിപ്പുകളും ദിവസേന ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ദിനംപ്രതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.